സമുദ്ര ജനിച്ചപ്പോൾ പേരൻ്റ് എന്ന നിലയിൽ ഞങ്ങൾ ഒരുപോലെ എക്സൈറ്റഡ് ആയിട്ട് സംസാരിച്ചത് അവളുടെ മുടിയെക്കുറിച്ചിട്ടായിരുന്നു. എന്ത് മുടിയല്ലേ എന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. ആ മുടി വെട്ടിക്കളഞ്ഞെടുത്ത തീരുമാനത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരം. 1 വയസ്സാവാതെ മുടി എടുത്തോന്ന് ചോദ്യം ചോദിച്ചത് കുറച്ചധികം ആൾക്കാരാണ്. എന്താ മുടി വെട്ടിയെന്ന് ചോദിച്ചവരും കുറച്ചല്ല. സോ ഞാൻ ഇന്ന് ആ റീസൺ പറയാം. ഞങ്ങൾക്ക് പോലും പുതിയൊരു അറിവുമായിട്ട് വന്ന ആ റീസണെ പറ്റി ഇന്ന് സംസാരിക്കാം. കുറച്ച് ദിവസം മുന്നേ സമുദ്രയ്ക്കൊരു തുമ്മലും മൂക്കൊലിപ്പുമായിട്ട് അടുത്തുള്ളൊരു പീഡിയാട്രിക് ഡോക്ടറിനെ കാണിക്കാനായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അവളെ കണ്ടപാടെ ആള് നമ്മളോട് ചോദിച്ചത് എന്തേ മുടിയെടുക്കാത്തത് എന്നായിരുന്നു. സാധാരണ നമ്മുടെ നാട്ടില് കുഞ്ഞുങ്ങൾ ജനിച്ച് 1 വയസ്സിന്റെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് കഴിഞ്ഞ് ഇനി വല്ല നേർച്ചയൊക്കെ ഉണ്ടെങ്കിൽ പഴനിക്കോ തിരുപ്പതിക്കോ ആ തലമുടി അങ്ങ് കൊടുക്കാറാണല്ലോ പതിവ്. ആ പതിവ് തെറ്റിക്കണ്ടെന്ന് കരുതിയത് ഞങ്ങൾക്ക് ആ ഡോക്ടർ തെളിച്ചു തന്നത് പുതിയൊരു അറിവിന്റെ വെളിച്ചാണ്. ഈ ചോദ്യം കേട്ടപാടെ ഞങ്ങൾ വീട്ടിൽ വന്ന് ആദ്യം ചെയ്തത് അവളുടെ മുടിയുടെ ലെങ്ത് അങ്ങ് കുറയ്ക്കുക എന്നുള്ള പരിപാടിയായിരുന്നു. പക്ഷേ അതുകൊണ്ട് തീരുന്നില്ല. തൊട്ടടുത്ത ദിവസം വീണ്ടും ഇതേ ഡോക്ടറെ തന്നെ കാണാനായിട്ട് നമ്മൾ പോകുന്നു. ആള് നമ്മളോട് വീണ്ടും ചോദിക്കുന്നു എന്തേ മുടി എടുക്കാത്തേന്ന്. മുടിയുടെ ലെങ്ത് കുറച്ചാൽ പോരാ, ശരിക്കും മുടി ട്രിം ചെയ്ത് മാറ്റണം, അതാണ് ബെറ്റർ എന്ന് അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് അവരുടെ പിറപ്പ് മുടി വേഗം തന്നെ നീക്കം ചെയ്യുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ അത് ഇരിക്കും തോറും അത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ തൊട്ട് ബിഹേവിയറൽ ഡെവലപ്മെന്റിനെ വരെ ബാധിക്കാൻ സാധ്യതയുണ്ടത്രേ. എന്ന് വെച്ചിട്ട് മുടി കംപ്ലീറ്റ് ആയിട്ട് ഷേവ് ചെയ്ത് കളയാനല്ല അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, മാക്സിമം ട്രിം ചെയ്ത് മാറ്റാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഫൈനലി ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. കുഞ്ഞിന്റെ മുടി എടുക്കുന്നതിൽ ഞങ്ങൾക്ക് 2 പേർക്കും നല്ല വിഷമം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും മാത്രമല്ല വീട്ടിലുള്ള എല്ലാവർക്കും നല്ല വിഷമം ഉണ്ടായിരുന്നു. പിന്നൊന്ന് ഓർക്കുമ്പോൾ മുടിയാണല്ലോ, അത് വീണ്ടും കിളിർക്കുമല്ലോ. പക്ഷേ നമുക്ക് അറിവില്ലാത്തൊരു കാര്യത്തിൽ കുഞ്ഞിന്റെ ഫ്യൂച്ചർ വെച്ച് റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒടുവിൽ ആ തീരുമാനത്തിലേക്ക് എത്തുമായിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ചില ടോപ്പിക്കുകളിൽ ഡോക്ടർമാരെക്കാളും അറിവുമായിട്ട് പലരും പലതും പറഞ്ഞ് നമ്മുടെ അടുക്കെ വന്നെന്നിരിക്കും. പക്ഷേ നമ്മുടെ കുട്ടിയുടെ സേഫ്റ്റി ഉറപ്പാക്കേണ്ടത് അത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഈ ഒരു അറിവ് നിങ്ങളിൽ എത്ര പേർക്ക് അറിയാമായിരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ബൈ. വിജയകരമായി ഞങ്ങൾ സമുദ്രയുടെ തല മുട്ടയടിച്ചിരിക്കുകയാണ്. എന്താണ് താങ്കൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഈ ഒരു അസുലഭമായ മുഹൂർത്തത്തെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ചെയ്തോളിക്കുന്നോ? അതേണ്ട